ദക്ഷിണഗംഗയുടെ ഇതിഹാസം. പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് കാവേരി എന്ന പുണ്യനദിയുടെ പുരാവർത്തവും അതിൻ്റെ പ്രവാഹത്തെ പറ്റിയുമാണ്. ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ ഞാൻ അവതരിപ്പിക്കുമ്പോൾ അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ദക്ഷിണേന്ത്യൻ ഉപദ്വീപിൻ്റെ സാംസ്കാരികവും സാമ്പത്തികവുമായ ഭൂമികയെ നൂറ്റാണ്ടുകളായി രൂപപ്പെടുത്തിയ ജീവവാഹിനിയാണ് കാവേരി നദി. കേവലം ഒരു ജലസ്രോതസ് എന്നതിലുപരി അതൊഴുകുന്ന കർണാടക, തമിഴ്നാട്, കേരളം, പുതുച്ചേരി എന്നീ പ്രദേശങ്ങളിലെ ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഭാഗമാണ് ഈ നദി. തമിഴ് സാഹിത്യത്തിൽ സ്നേഹത്തോടെ പൊന്നി എന്ന്, അതായത് സ്വർണം ചൊരിയുന്നവൾ എന്ന് വാഴ്ത്തപ്പെടുന്ന കാവേരി ഗംഗാനദിയുടെ അതേ പവിത്രതയോടെ കണക്കാക്കപ്പെടുന്നതിനാൽ ദക്ഷിണഗംഗ എന്ന വിശേഷണത്തിനും അർഹയായി. ഒരു നദി എങ്ങനെ ഒരു സംസ്കാരത്തിൻ്റെ ജീവരക്തമായി മാറുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കാവേരി. അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ മുതൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതുവരെയുള്ള 800 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്ര ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിലെ സുപ്രധാന ഏടുകളിലൂടെയാണ്. ഒരു പ്രവാഹം കൂടിയാണ് ഇത്. ഈ വീഡിയോ കാവേരിയുടെ പുരാവർത്തം, ഭൂമിശാസ്ത്രപരമായ സഞ്ചാരപഥം, പോഷക നദികൾ, തീരങ്ങളിലെ പുണ്യസ്ഥലങ്ങൾ, ചരിത്ര നഗരങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ പ്രതിപാദിക്കുന്നു. കാവേരി നദിയുടെ ഉത്ഭവത്തിന് പിന്നിൽ ഭക്തിയും പ്രകൃത്യാനുര ആരാധനയും ഇടചേർന്ന നിരവധി ഐതിഹ്യങ്ങളുണ്ട്. ഈ കഥകൾ നദിയുടെ ഭൗതികമായ ഉറവിടത്തിനപ്പുറം അതിന് ഒരു ദൈവിക പരിവേഷം നൽകുന്നു. ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു ഐതിഹ്യമനുസരിച്ച് ലോകത്തിന് നന്മ ചെയ്യാനായി ബ്രഹ്മാവ് തൻ്റെ മാനസപുത്രിയായ വിഷ്ണുമായയെ സൃഷ്ടിച്ചു. ഇതേ കാലഘട്ടത്തിൽ ഒരു അസുരനെ നിഗ്രഹിക്കാനായി മഹാവിഷ്ണുവിന് മോഹിനി രൂപം സ്വീകരിക്കേണ്ടി വന്നു. മോഹിനിയെ സഹായിക്കുന്നതിനായി ബ്രഹ്മാവ് വിഷ്ണുമായയെ ലോപപാദമുദ്ര എന്ന പേരിൽ ഭൂമിയിലേക്ക് അയച്ചു. പിന്നീട് സന്താന സൗഭാഗ്യത്തിനായി കഠിന തപസ്സനുഷ്ഠിച്ച കാവേരൻ എന്ന മഹർഷിയിൽ സംപ്രീതനായ ബ്രഹ്മാവ് ലോപപാദമുദ്രയെ അദ്ദേഹത്തിൻ്റെ മകളായി നൽകി. അങ്ങനെ കാവേരി മഹർഷിയുടെ പുത്രിയായ അവൾ കാവേരി എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ കഥ കാവേരിയെ ദൈവികവും പവിത്രവുമായ ഒരു അസ്തിത്വമായി അവതരിപ്പിക്കുന്നു. മറ്റൊരു പ്രധാന ഐതിഹ്യം അഗസ്ത്യമുനിയുമായി ബന്ധപ്പെട്ടതാണ്. ബ്രഹ്മഗിരി കുന്നുകളിൽ തപസ്സനുഷ്ഠിക്കുകയായിരുന്ന കാവേരിയുടെ അനിതര സാധാരണമായ സൗന്ദര്യത്തിൽ അഗസ്ത്യമുനി ആകൃഷ്ടനാവുകയും അവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ തന്നെ എപ്പോഴെങ്കിലും ദീർഘനേരം തനിച്ചാക്കുകയാണെങ്കിൽ താൻ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോകുമെന്ന വ്യവസ്ഥയിൽ കാവേരി വിവാഹത്തിന് സമ്മതിച്ചു. ഒരു ദിവസം തൻ്റെ ശിഷ്യരുമായി ഒരു ഗഹനമായ ചർച്ചയിൽ മുഴുകിപ്പോയ അഗസ്ത്യമുനി സമയം പോയതറിഞ്ഞില്ല. താൻ നൽകിയ വാക്ക് മുനി മറന്നുവെന്ന് മനസ്സിലാക്കിയ കാവേരി ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിനായി സ്വയം ഒരു നദിയായി രൂപാന്തരപ്പെട്ട് ഒഴുകിത്തുടങ്ങി എന്നാണ് വിശ്വാസം. ഈ കഥയുടെ മറ്റൊരു ഭാഷ്യം അഗസ്ത്യമുനി കാവേരിയെ തൻ്റെ കമണ്ഡലുവിൽ അടച്ചുവെച്ചു എന്നും ലോകനന്മയ്ക്കായി ഗണപതി ഒരു കാക്കയുടെ രൂപത്തിൽ വന്ന് ആ കമണ്ഡലു തട്ടിമറിക്കുകയും കാവേരിയെ സ്വതന്ത്രമാക്കുകയും ചെയ്തു എന്നാണ്. ഈ പുരാണ കഥകൾ കേവലം ഭാവനകളല്ല, മറിച്ച് ഒരു പ്രകൃതി പ്രതിഭാസത്തെ ദൈവികവൽക്കരിക്കുന്ന സാംസ്കാരിക പ്രക്രിയയുടെ ഭാഗമാണ്. ഈ കഥകളിലൂടെ കാവേരി ഒരു നദി എന്നതിലുപരി കാവേരി അമ്മ എന്ന ദേവതയായി മാറുന്നു. തലക്കാവേരിയിൽ കാവേരി അമ്മയ്ക്കായി ഒരു ക്ഷേത്രം തന്നെയുണ്ട്. ഒരു ദൈവിക പദവിയാണ് കാവേരിക്ക് ദക്ഷിണഗംഗ എന്ന പേര് നേടിക്കൊടുത്തത്. ഇത് ഗംഗാനദിയുടെ അതേ പുണ്യം കാവേരിക്കും കൽപ്പിച്ചു നൽകുന്നു. ഈ പവിത്രതയാണ് നദീതീരത്ത് എണ്ണമറ്റ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉയർന്നു വരാനും നദിയുടെ ഭൂമിശാസ്ത്രപരമായ ഒഴുക്കിനെ ഒരു പുണ്യയാത്രയുടെ പാതയായി മാറ്റാനും കാരണമായത്. കാവേരിയുടെ ഐതിഹ്യങ്ങൾ പോലെ തന്നെ വിസ്മയകരമാണ് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ യാത്രയും. പശ്ചിമഘട്ടത്തിലെ ഉയരങ്ങളിൽ നിന്ന് തുടങ്ങി കിഴക്കൻ തീരത്തെ സമതലങ്ങളിലൂടെ ഒഴുകി കടലിൽ ചേരുന്ന ഒരു യാത്ര ദക്ഷിണേന്ത്യൻ ഭൂപ്രകൃതിയുടെ
വൈവിധ്യം വെളിപ്പെടുത്തുന്നു. കാവേരി നദിയുടെ ഉത്ഭവം കർണാടക സംസ്ഥാനത്തിലെ കുടക് ജില്ലയിലെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ബ്രഹ്മഗിരി കുന്നുകളിലെ തലക്കാവേരി എന്ന സ്ഥലത്താണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1341 മീറ്റർ ഉയരത്തിലാണ് ഈ പുണ്യസ്ഥലം സ്ഥിതി ചെയ്യുന്നത്. തലക്കാവേരി ഇന്ന് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. എല്ലാ വർഷവും തുലാ സംക്രമണ നാളിൽ നദിയുടെ ഉത്ഭവസ്ഥാനത്തുള്ള കുളത്തിൽ നിന്ന് ജലം ഒരു ജലധാരയായി ശക്തിയായി പുറത്തേക്ക് ഒഴുകുന്ന തീർത്ഥോത്ഭവം എന്ന പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കാൻ 10,000-കണക്കിന് ഭക്തർ ഇവിടെ ഒത്തുകൂടുന്നു. കുടക് കുന്നുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന കാവേരി ഡെക്കാൻ പീഠഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ആഴവും വീതിയും വർദ്ധിക്കുന്നു. ഈ യാത്രയിൽ നദി 2 പുണ്യദ്വീപുകൾക്ക് ജന്മം നൽകുന്നു: ശ്രീരംഗപട്ടണം, ശിവനസമുദ്രം. ശിവനസമുദ്രത്തിൽ വെച്ച് നദി ഗഗനചുക്കി, ഭരചുക്കി എന്നിങ്ങനെ 2 ശാഖകളായി പിരിഞ്ഞ് ഏകദേശം 98 മീറ്റർ താഴ്ചയിലേക്ക് പതിച്ച് മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് ഇന്ത്യയിലെ 2ാമത്തെ വലിയ വെള്ളച്ചാട്ടമായി കണക്കാക്കപ്പെടുന്നു. ഈ വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന് മൈസൂർ, ബാംഗ്ലൂർ തുടങ്ങിയ നഗരങ്ങളിലേക്ക് ജലവൈദ്യുതി വിതരണം ചെയ്യുന്നു. തുടർന്ന് കൃഷ്ണരാജ സാഗർ അണക്കെട്ടിൽ വെച്ച് നദിയെ തടഞ്ഞു നിർത്തുന്നു. ഈ അണക്കെട്ടിനോട് ചേർന്നാണ് പ്രശസ്തമായ വൃന്ദാവൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിലെ യാത്രയ്ക്ക് ശേഷം കാവേരി ധർമ്മപുരി ജില്ലയിലൂടെ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നു. ഇവിടെ വെച്ച് നദി അതിമനോഹരമായ ഹൊഗനക്കൽ വെള്ളച്ചാട്ടം സൃഷ്ടിക്കുന്നു. തുടർന്ന് സേലം ജില്ലയിലെ മേട്ടൂരിൽ നിർമ്മിച്ചിരിക്കുന്ന സ്റ്റാൻലി റിസർവോയർ എന്നറിയപ്പെടുന്ന കൂറ്റൻ അണക്കെട്ടിലേക്ക് നദി എത്തിച്ചേരുന്നു. ഇത് തമിഴ്നാട്ടിലെ പ്രധാന ജലസേചന ഊർജ പദ്ധതിയാണ്. തിരുച്ചിറപ്പള്ളിക്ക് സമീപം എത്തുമ്പോൾ നദി വീണ്ടും ശാഖകളായി പിരിഞ്ഞ് ശ്രീരംഗം ദ്വീപിന് രൂപം നൽകുന്നു. ഇവിടെ നദിയുടെ പ്രധാന ശാഖ കാവേരിയായി തുടരുകയും വടക്കുള്ള ശാഖ കൊള്ളിടം എന്ന പേരിൽ ഒഴുകുകയും ചെയ്യുന്നു. ഏകദേശം 800 കിലോമീറ്റർ ദൂരം പിന്നിട്ട് തഞ്ചാവൂർ ജില്ലയിൽ പ്രവേശിക്കുന്നതോടെ കാവേരി നിരവധി കൈവഴികളായി പിരിഞ്ഞ് ദക്ഷിണേന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന ഫലഭൂയിഷ്ടമായ ഡെൽറ്റ പ്രദേശം രൂപീകരിക്കുന്നു. ഒടുവിൽ തമിഴ്നാട്ടിലെ പൂമ്പുഹാറിന് സമീപം വെച്ച് കാവേരി നദി ബംഗാൾ ഉൾക്കടലിൽ ലയിക്കുന്നു. ചില സ്രോതസ്സുകളിൽ നദി അറബിക്കടലിൽ പതിക്കുന്നു എന്ന് തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം ആധികാരിക പഠനങ്ങളും നദി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നതെന്ന് സ്ഥിരീകരിക്കുന്നു. കാവേരിയുടെ ഈ ഭൂമിശാസ്ത്രപരമായ പാതയാണ് നദീജല തർക്കത്തിൻ്റെ മൂലകാരണം. നദിയുടെ ഉത്ഭവവും വൃഷ്ടിപ്രദേശത്തിൻ്റെ വലിയൊരു ഭാഗവും കർണാടകയിൽ ആയതിനാൽ നദിയുടെ ഒഴുക്കും അവർക്ക് സ്വാഭാവികമായ നിയന്ത്രണം ലഭിക്കുന്നു. എന്നാൽ നദിയുടെ ഡെൽറ്റയും അതിവിശാലമായ കൃഷിഭൂമിയും തമിഴ്നാട്ടിലാണ്. ഇത് തമിഴ്നാടിനെ നദീജലത്തിനായി പൂർണ്ണമായും കർണാടകയെ ആശ്രയിക്കുന്ന അവസ്ഥയിലാക്കുന്നു. ഈ ഭൂമിശാസ്ത്രപരമായ ആശ്രിതത്വമാണ് തമിഴ്നാട്, കർണാടക, കേരളം, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട നിയമപരവും രാഷ്ട്രീയവുമായ തർക്കങ്ങൾക്ക് അടിസ്ഥാനം. കാവേരിയുടെ പ്രൗഢമായ പ്രവാഹത്തിന് കരുത്തേകുന്നത് നിരവധി പോഷക നദികളാണ്. പശ്ചിമഘട്ടത്തിലെയും പൂർവഘട്ടത്തിലെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ നദികൾ കാവേരി നദീതടത്തെ വിശാലവും ജലസമ്പുഷ്ടവുമാക്കുന്നു. കാവേരി നദിയുടെ പോഷക നദികളെ 2ആയി തിരിക്കാം: ഇടതുകരയിലുള്ളതും വലതുകരയിലുള്ളതും. ഇടതുകരയിലുള്ള പ്രധാന പോഷക നദികളാണ് ഹരംഗി, ഹേമാവതി, അർക്കാവതി എന്നിവ. എന്നാൽ വലതുകരയിലുള്ള പോഷക നദികളാണ് ലക്ഷ്മണതീർത്ഥ, കബനി, ഭവാനി, നോയൽ, അമരാവതി. ഈ പോഷക നദികളുടെ ശൃംഖല പരിശോധിക്കുമ്പോൾ കാവേരി നദീതടം എന്നത് കേവലം കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും മാത്രം വിഷയമല്ലെന്ന് വ്യക്തമാകും. കബനി, ഭവാനി, പമ്പ തുടങ്ങിയ പ്രധാനപ്പെട്ട പോഷക നദികൾ ഉത്ഭവിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. ഇത് കാവേരി നദീതടത്തിൻ്റെ അവിഭാജ്യ ഘടകവുമായി കേരളത്തെ മാറ്റുന്നു. അതിനാൽ കാവേരിയിലെ ജലത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്നതിൽ കേരളത്തിലെ മൺസൂൺ മഴയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ട്. ഈ ഹൈഡ്രോളജിക്കൽ യാഥാർത്ഥ്യവുമാണ് കാവേരി നദീജല തർക്കത്തിൽ കേരളത്തെയും ഒരു കക്ഷിയാക്കുന്നത്. സുപ്രീം കോടതി വിധിയിൽ കേരളത്തിന് ജലം അനുവദിച്ചതും ഈ അടിസ്ഥാനത്തിലാണ്. ഇത് വ്യക്തമാക്കുന്നത് നദികളെ സംസ്ഥാന അതിർത്തികളിൽ വെച്ച്
വീക്ഷിക്കുന്നതിന് പകരം ഒരു സമ്പൂർണ്ണ നദീതടം എന്ന പാരിസ്ഥിതിക കാഴ്ചപ്പാടിൽ എന്നതാണ് പ്രധാന തത്വം. കാവേരി നദിയുടെ തീരങ്ങൾ പുരാതന ക്ഷേത്രങ്ങളാലും തീർത്ഥാടന കേന്ദ്രങ്ങളാലും സമ്പന്നമാണ്. നദിയുടെ ഒഴുക്കിനൊപ്പം ഒരു ആത്മീയ യാത്ര നടത്തിയാൽ ദക്ഷിണേന്ത്യയുടെ വാസ്തുവിദ്യയുടെ വിശ്വാസത്തിൻ്റെയും ചരിത്രം തന്നെ അനാവരണം ചെയ്യപ്പെടും. അതിൽ കർണാടകത്തിലെ പ്രധാന പുണ്യസ്ഥലങ്ങളിലൊന്നാണ് തലക്കാവേരിയും ഭാഗമണ്ഡലയും. ഉത്ഭവസ്ഥാനമായ തലക്കാവേരിയിലെ കാവേരിയമ്മ ക്ഷേത്രവും അഗസ്തീശ്വര ക്ഷേത്രവും പ്രധാനമാണ്. ഇതിനടുത്തുള്ള ഭാഗമണ്ഡലത്തിൽ കാവേരി, കണ്ണിക, സുജ്യോതി എന്നീ 3 നദികൾ സംഗമിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ത്രിവേണി സംഗമത്തിന് സമീപത്താണ് പുരാതനമായ ഭഗണ്ഡേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിലെ മറ്റൊരു സ്ഥലമാണ് ശ്രീരംഗപട്ടണം. കാവേരി നദിയിലെ 3 പ്രധാന രംഗനാഥസ്വാമി ക്ഷേത്രങ്ങളിൽ ആദ്യത്തേതായ ആദിരംഗൻ ഇവിടെയാണ്. 9-ാം നൂറ്റാണ്ടിൽ ഗംഗാ രാജവംശം നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ വലിയ പ്രാധാന്യമുണ്ട്. പിന്നൊന്നാണ് ശിവനസമുദ്രം. കാവേരിയിലെ 2ാമത്തെ ദ്വീപായ ശിവനസമുദ്രത്തിലാണ് മധ്യരംഗൻ എന്നറിയപ്പെടുന്ന രംഗനാഥസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മറ്റൊന്നാണ് തലക്കാട്. ഒരു കാലത്ത് കാവേരി നദിയുടെ ഗതിമാറ്റത്തിൽ മണ്ണനിൽ ആണ്ടുപോയെന്ന് വിശ്വസിക്കപ്പെടുന്ന പഞ്ചലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ തലക്കാട്. മറ്റൊരു പ്രധാന പുണ്യസ്ഥലമാണ് സോമനാഥപുരം. കാവേരിയുടെ തീരത്തുള്ള ഹൊയ്സാലെ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമായി ചെന്നകേശവ ക്ഷേത്രം ഇവിടെയാണ്. എന്നാൽ ഈ കാവേരി നദിയുടെ തമിഴ്നാട്ടിലെ പുണ്യക്ഷേത്രങ്ങൾ പുണ്യകേന്ദ്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാമതായി ഉള്ളത് ഭവാനിയാണ്. ഭവാനി നദി കാവേരിയുമായി ചേർന്ന് സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ സംഗമേശ്വര ക്ഷേത്രം ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. മറ്റൊന്നാണ് ശ്രീരംഗം, തിരുച്ചിറപ്പള്ളി. ലോകത്തിലെ ഏറ്റവും വലിയ ഇപ്പോഴും ആരാധന നടക്കുന്ന ക്ഷേത്ര സമുച്ചയമായ ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രം കാവേരിക്കും കൊള്ളിടത്തിനും ഇടയിലുള്ള ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. 108 വൈഷ്ണവ ദിവ്യപ്രദേശങ്ങളിൽ പ്രഥമസ്ഥാനം അലങ്കരിക്കുന്ന ഈ ക്ഷേത്രം അന്തിരംഗൻ എന്നും അറിയപ്പെടുന്നു. മറ്റൊന്നാണ് തഞ്ചാവൂർ. കാവേരിയുടെ തെക്കേക്കരയിൽ ചോള വാസ്തുവിദ്യയുടെ മകുടോദാഹരണമായി നിലകൊള്ളുന്ന ബൃഹദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. രാജരാജ ചോഴൻ നിർമ്മിച്ച ഈ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മറ്റൊന്നാണ് കുംഭകോണം. കാവേരിക്കും അർസലാർ നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളുടെ നഗരം എന്നാണ് കുംഭകോണം അറിയപ്പെടുന്നത്. സാരംഗപാണി, കുംഭേശ്വരൻ തുടങ്ങി നിരവധി പുരാതന ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. കാവേരിയുടെ തീരത്തെ ഈ ക്ഷേത്രങ്ങളുടെ വിന്യാസം കേവലം യാദൃശ്ചികമല്ല. ഗംഗന്മാർ, ഹൊയ്സലന്മാർ, ചോളന്മാർ, വിജയനഗര നായിക്ക ഭരണാധികാരികൾ തുടങ്ങിയവർ കാവേരി തീരത്ത് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയോ വികസിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കാവേരിയിലെ 3 പ്രധാന ദ്വീപുകളായ ശ്രീരംഗപട്ടണം, ശിവനസമുദ്രം, ശ്രീരംഗം എന്നിവിടങ്ങളിൽ രംഗനാഥസ്വാമിക്ക്, അതായത് വിഷ്ണുവിന് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത് നദിയെ ഒരു ചിട്ടപ്പെടുത്തിയ വൈഷ്ണവ തീർത്ഥാടന പാതയായി മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമമായി കാണാം. ഒരു ഭരണാധികാരി നദീതീരത്ത് ഒരു വലിയ ക്ഷേത്രം നിർമ്മിക്കുന്നത് ഭക്തിയുടെ പ്രകടനം മാത്രമല്ല, ആ ജലസ്രോതസ്സിന്മേലുള്ള തൻ്റെ അധികാരവും പരമാധികാരവും ഉറപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയായിരുന്നു. പുണ്യ കേന്ദ്രങ്ങൾക്കൊപ്പം കാവേരിയുടെ വിവിധ തീരങ്ങളിൽ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലെ നിർണായകമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നഗരങ്ങളാലും സ്മാരകങ്ങളാലും സമ്പന്നമാണ്. കർണാടകയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളും സ്മാരകങ്ങളും ഇവയാണ്. കുടക്, അതായത് കൂർഗ് എന്നറിയപ്പെടുന്ന സ്ഥലം, കാവേരിയുടെ ഉത്ഭവസ്ഥാനം എന്ന നിലയിൽ സാംസ്കാരികവും പാരിസ്ഥിതികവുമായ പ്രാധാന്യമുള്ള പ്രദേശമാണിത്. മടിക്കേരി കോട്ട, ദുബാരി, ആനക്യാമ്പ് തുടങ്ങിയ ഇവിടുത്തെ പ്രധാന ആകർഷക കേന്ദ്രങ്ങളാണ്. മറ്റൊരു പട്ടണമാണ് മൈസൂർ. കാവേരിയുടെ തീരത്തുള്ള രാജകീയ നഗരമാണ് മൈസൂർ. മൈസൂർ കൊട്ടാരം, ചാമുണ്ഡി ഹിൽസ് എന്നിവ നദിയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റൊരു പട്ടണമാണ് ശ്രീരംഗപട്ടണം. ടിപ്പു സുൽത്താൻ്റെ തലസ്ഥാനം എന്ന നിലയിൽ ഈ നദീദ്വീപിന് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. ടിപ്പുവിൻ്റെ വേനൽക്കാല കൊട്ടാരമായ ദരിയ ദൗലത്ത് ബാഗ്, അദ്ദേഹത്തിൻ്റെയും പിതാവിൻ്റെയും ഹൈദർ അലിയുടെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഗുംബസ്,
ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കോട്ട എന്നിവയെല്ലാം ഇവിടെയാണ്. മറ്റൊന്നാണ് കൃഷ്ണരാജ സാഗർ അണക്കെട്ട്. മൈസൂർ രാജാവായിരുന്ന കൃഷ്ണരാജ വോഡയാർ നാലാമന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായി നിർമ്മിക്കപ്പെട്ട ഈ അണക്കെട്ട് ആധുനിക എഞ്ചിനീയറിംഗിന്റെ പ്രതീകമാണ്. കർണാടകയിലെ ജലസേചനത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും ഇത് വലിയ സംഭാവനകൾ നൽകി. അതുപോലെ പ്രാധാന്യമുള്ള നഗരങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. സ്മാരകങ്ങളും ഉണ്ട്. അതിൽ പ്രധാനമാണ് ഈറോഡ്, സേലം. കാവേരിയുടെ തീരത്തുള്ള പ്രധാന വ്യാവസായിക നഗരങ്ങളാണിവ. നദി ഈ ജില്ലകൾക്കിടയിൽ സ്വാഭാവികമായ അതിർത്തി സൃഷ്ടിക്കുന്നു. മറ്റൊന്നാണ് തിരുച്ചിറപ്പള്ളി അല്ലെങ്കിൽ ട്രിച്ചി. പുരാതനമായ റോക്ക്ഫോർട്ട് ക്ഷേത്രവും ആധുനിക വ്യവസായങ്ങളും സംഗമിക്കുന്ന ഈ നഗരം കാവേരിയുടെ തീരത്തെ ഒരു പ്രധാന കേന്ദ്രമാണ്. മറ്റൊന്നാണ് തഞ്ചാവൂർ. ചോള സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഈ നഗരം ബൃഹദീശ്വര ക്ഷേത്രത്തിന് പുറമെ കൊട്ടാരങ്ങൾ, സരസ്വതി മഹൽ, ലൈബ്രറി തുടങ്ങിയ സാംസ്കാരിക കേന്ദ്രങ്ങൾക്കും പേരുകേട്ടതാണ്. മറ്റൊന്നാണ് കല്ലണൈ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള, ഇപ്പോഴും ഉപയോഗത്തിലിരിക്കുന്ന ജലനിയന്ത്രണ സംവിധാനങ്ങളിൽ ഒന്നാണിത്. 2-ാം നൂറ്റാണ്ടിൽ കരികാല ചോളം നിർമ്മിച്ച ഈ അണക്കെട്ട് 2000 വർഷത്തെ എഞ്ചിനീയറിംഗ് പാരമ്പര്യത്തിൻ്റെ പ്രതീകമായി കാവേരിക്ക് കുറുകെ നിലകൊള്ളുന്നു. കാവേരി നദി ചരിത്ര സംഭവങ്ങളുടെ നിഷ്ക്രിയ പശ്ചാത്തലം മാത്രമല്ല, മറിച്ച് എഞ്ചിനീയറിംഗ്, സൈനിക തന്ത്രം, നഗരവികസനം എന്നിവയെ നേരിട്ട് സ്വാധീനിച്ച ഒരു സജീവ ഘടകമാണ്. 2-ാം നൂറ്റാണ്ടിലെ കല്ലണൈ 20-ാം നൂറ്റാണ്ടിലെ KRS മേട്ടൂർ അണക്കെട്ടുകളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കാവേരിയുടെ ജലത്തെ നിയന്ത്രിക്കാനുള്ള മനുഷ്യന്റെ ശ്രമങ്ങൾക്ക് ഏകദേശം 2000 വർഷത്തെ തുടർച്ചയുണ്ടെന്ന് കാണാം. അതുപോലെ ശ്രീരംഗപട്ടണം പോലുള്ള ഒരു നദീദ്വീപിൻ്റെ സ്വാഭാവികമായ പ്രതിരോധ ശേഷിയാണ് ടിപ്പു സുൽത്താൻ അതിനെ തലസ്ഥാനമാക്കാൻ കാരണം. മൈസൂർ, തഞ്ചാവൂർ, തിരുച്ചിറപ്പള്ളി തുടങ്ങിയ വലിയ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനമായതും നദി നൽകിയ ജലവും ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. അങ്ങനെ നദിയുടെ ഒഴുക്ക് ചരിത്രത്തിൻ്റെ ഗതിയെ തന്നെ രൂപപ്പെടുത്തി. ഈ വീഡിയോയിൽ വിശദീകരിച്ചതുപോലെ കാവേരി കേവലം ഒരു നദിയല്ല, അത് ഐതിഹ്യങ്ങളിൽ ഉറവിയെടുക്കുകയും ദക്ഷിണേന്ത്യൻ ഭൂപ്രകൃതിയിലൂടെ ഒഴുകി സംസ്കാരങ്ങളെയും സാമ്രാജ്യങ്ങളെയും പരിപോഷിപ്പിച്ച് ഒടുവിൽ സാഗരത്തിൽ ലയിക്കുന്ന ഒരു ഇതിഹാസമാണ്. ഒരു പുണ്യനദി, ലക്ഷക്കണക്കിന് കർഷകരുടെ ജീവനാഡി, ചരിത്രത്തിൻ്റെ ഗതി നിർണയിച്ച സാക്ഷി, ആധുനിക കാലത്തെ ഒരു പ്രധാന പ്രകൃതി വിഭവം എന്നിങ്ങനെ കാവേരിയുടെ വ്യക്തിത്വം ബഹുമുഖമാണ്. തലമുറകളായി അത് പരിപോഷിപ്പിക്കുന്ന ജനങ്ങളുമായും ഭൂപ്രദേശങ്ങളുമായും കാവേരിക്കുള്ള അഭേദ്യമായ ബന്ധം കാലാതീതമായി നിലനിൽക്കുന്നു. ഇതിൻ്റെ ഓരോ തുള്ളിയും ദക്ഷിണേന്ത്യയുടെ ആത്മാവ് തുടിക്കുന്നു. നന്ദി, നമസ്കാരം.